ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മളെ കയ്യിലുള്ള പാനും അതുപോലെ തന്നെ ചിക്കനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 300 ഗ്രാം ചിക്കനാണ്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് പൾസ് ചെയ്താൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരും. എന്നിട്ട് അതൊരു ബൗളിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അതും നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ തൈരും കൂടി ചേർക്കുക. അതിപ്പോൾ കട്ട തൈരായാലും പുളിയുള്ള തൈരായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ മിക്സാക്കിയ ചിക്കന് നമുക്ക് പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പെരക്കി വെച്ചിട്ട് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് പൊരിഞ്ഞ് വരും. അങ്ങനെ നമ്മുടെ ചിക്കന് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 2 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സവാള നമ്മൾ കാണരുത് നമ്മൾ ഇത് മസാല ആക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. 2 സവാള. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്. ഞാനിപ്പോൾ ചുവന്ന ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ക്യാപ്സിക്കായാലും ഉള്ളി ആയാലും ഇതൊന്നും നമ്മൾ കാണൂല കേട്ടോ. എല്ലാം ചിക്കനിൽ നല്ല പോലെ പിടിച്ചിട്ട് നല്ലൊരു മസാല പരിവായിട്ട് കിട്ടും. അപ്പോൾ അതുവരെ ഉള്ളിയുടെയും അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒരു 10-12 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇതുപോലെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആവണം കേട്ടോ. നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മസാലയല്ലേ. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഈ ഒരു മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയിലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 പച്ചമുളക് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അവസാനമായിട്ട് 1 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആവണം. അപ്പോൾ നല്ലൊരു ബാറ്ററായിട്ട് കിട്ടും കേട്ടോ.
അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. ആ പാന് ഒന്ന് ചൂടാക്കാം, എന്നിട്ട് ലോ ഫ്ലെയിമിലിടുക കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് ഓരോ തവി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ പരുത്തൊന്നും വേണ്ട, നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച്. ഞാനിപ്പോൾ ചെറിയ കുട്ടി ദോശ ഉണ്ടല്ലോ, ആ ഒരു തവി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ ഇതായി വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മുടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊരു മാവ് അതിൻ്റെ മേലിലൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ, വളരെ കുറച്ച് മതി. ഇനി ജസ്റ്റ് ഓയിലോട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലിൽ. എന്നിട്ട് വിട്ട് വരുന്ന സമയമാകുമ്പം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. അപ്പോഴായിരിക്കും നമ്മളെ ബാറ്ററൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചിക്കൻ പോള ബൈറ്റ്സ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ പോള ഉണ്ടാക്കുമല്ലോ, പോള ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് വയ്ക്കുമല്ലോ, ഇതുപോലെ ചെറിയ ബൈറ്റ്സ് ആക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റിയുമാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നു, അതിൻ്റെ മേലിൽ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല മിക്സ് ഇടുന്നു, കുറച്ച് ബാറ്റർ അതിൻ്റെ മേലിൽ ഒഴിക്കുന്നു, കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്പത്തിൻ്റെ മേലിൽ നല്ല ചിക്കൻ മസാല ഫില്ലിങ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് മയോണൈസിൻ്റെ കൂടെയോ കച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.